അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 26 ബാർ മാത്രം മതി എന്ന് അടൂർ പ്രകാശിനെ കൊണ്ടത് പറയിപ്പിക്കാവോ? ഞാൻ അങ്ങയോട് സ്നേഹപുരസരം ചോദിക്കുകയാണ്, കേരളത്തിലെ UDF കൺവീനറെ കൊണ്ട് കേരളത്തിലെ ബാർ കൂട്ടാനെന്ന് പറയിപ്പിക്കാവോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ബാറുണ്ടോ? കേരളത്തിൽ ഏറ്റവും നല്ലപോലെ ബാറ് കച്ചവടം നടത്തി കൊഴുത്ത് പെനഞ്ഞ് തടിച്ചിരിക്കുന്ന ആളിന്റെ പേര് അടൂർ പ്രകാശ് എന്നാ. ബാറ് മുതലാളിയായിട്ടുള്ള UDF കൺവീനർമാരെ വെച്ചോണ്ടാണ് ഈ പറയുന്നത്. UDFന്റെ ഒരു ബാറ് മുതലാളിയാവുന്ന കുഴപ്പമെന്നല്ല ഞാൻ പറയുന്നേ. പക്ഷെ ബാറ് മുതലാളിയായ നിരവധി ബാറുകൾ സ്വന്തമായിട്ടുള്ള ഒരാളിനെ UDFന്റെ കൺവീനറാക്കി വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഇതിനെതിരായിട്ട് പറയുന്നത്? കേരളത്തിൽ ബാറ് എന്നുള്ളത് ലോകത്തിലാകെ ഉണ്ട്. അതിൽ അപൂർവം ചില സ്റ്റേറ്റുകളിലേ ഉള്ളൂ ബാറില്ലാത്തത്, അല്ലെങ്കിൽ മദ്യം ഇല്ലാത്തത്. അവിടെ വൻതോതിൽ അനധികൃതമായ മദ്യവ്യാപാരമുണ്ട്. അപ്പൊ കേരളത്തിൽ അത് നിയന്ത്രിതമായി അത്തരം ഒരു കാര്യങ്ങൾ നടക്കുന്നതാണ് കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ UDFന്റെ കൺവീനർ അതിനെക്കുറിച്ച് ഒരു സംവാദത്തിന് വരണം. എന്നിട്ട് അദ്ദേഹം ഈ ബാറിന്റെ വരുമാനം എത്രയാണ് കേരളത്തിൽ വരുമാനം, മദ്യത്തിന്റെ വരുമാനം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കാടടച്ച് വെടിവെച്ച് വർത്തമാനം പറയേണ്ട കാര്യം